നമസ്കാരം. ഗുൽമോഹർ എഡ്യു ടി വിയിലേക്ക് സ്വാഗതം. ഹ്യൂമൻ മെറ്റനോമോ വൈറസിനെ കുറിച്ചുള്ള ചർച്ചകളാണ് രാജ്യത്തുടനീളം നടക്കുന്നത്. ഇത് സംബന്ധിച്ച് പൊതുജനങ്ങൾക്കിടയിൽ ആശങ്ക നിലനിൽക്കുന്നതിനിടെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ രംഗത്ത് എത്തിയിരിക്കുകയാണ്. രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത ഹ്യൂമൻ മെറ്റനോമോ വൈറസ് അഥവാ HMPVയെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇത് കാരണം ഉണ്ടാകില്ല എന്നും IMA നേതാക്കൾ പറയുന്നു. കോവിഡ് വൈറസുമായി HMPVയെ താരതമ്യപ്പെടുത്താനും ഭീതി പടർത്താനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഇതൊരു പുതിയ അസുഖമല്ല. രാജ്യത്ത് കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ കുട്ടികളിൽ 16 കേസുകൾ കണ്ടെത്തിയിരുന്നു. അവയെ പ്രത്യേകം പരിഗണിക്കുകയോ ചികിത്സിക്കുകയോ ചെയ്യേണ്ട സാഹചര്യമില്ല എന്നും IMA നേതൃത്വം വ്യക്തമാക്കുന്നു. HMPVക്ക് എന്തുകൊണ്ടാണ് മരുന്നോ വാക്സിനോ ലഭ്യമല്ലാത്തതിന് കാരണവും ഡോക്ടർമാർ പറയുന്നുണ്ട്. HMPVക്ക് മരുന്നോ വാക്സിനോ ഇല്ലാത്തതിന് കാരണം ഇത് വലിയൊരു പ്രശ്നമായി ഇതുവരെ തോന്നാത്തത് കൊണ്ടാണെന്നും ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നു. മറ്റേതൊരു ഇൻഫ്ലുവൻസ വൈറസുകളെയും പോലെയാണ് HMPVയും. വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂർ മുതൽ 3 ദിവസത്തിനുള്ളിൽ അസുഖം പ്രത്യക്ഷമാകും. മറ്റുള്ളവരുമായി അധികം ഇടപഴകാതെ ഭക്ഷണവും വെള്ളവും കുടിച്ച് ശരിയായി വിശ്രമിച്ചാൽ രോഗം മാറുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നും ഡോക്ടർമാർ പറയുന്നു. HMPV പരിശോധന നടത്തണമെങ്കിൽ ഏകദേശം 8,000 രൂപ മുതൽ 15,000 രൂപ വരെ ചിലവ് വരും. എന്നാൽ ഈ പരിശോധന നടത്തേണ്ട സാഹചര്യമില്ല എന്നും ഡോക്ടർമാർ പറയുന്നു. നേരത്തെ HMPV വൈറസുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും വ്യക്തമാക്കിയിരുന്നു. ചൈനയിൽ വൈറൽ പനിയുടെയും ന്യൂമോണിയയുടെയും ഔട്ട്ബ്രേക്ക് ഉണ്ടെന്ന വാർത്തകളെ തുടർന്ന് സംസ്ഥാനം നേരത്തെ തന്നെ ജാഗ്രതാ നടപടികൾ സ്വീകരിച്ചിരുന്നു. സംസ്ഥാനം ഈ സാഹചര്യം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് എന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു.